ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ ഡീലക്സ് എന്ന വണ്ടി. നമുക്കതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞങ്ങനെ കംപ്ലയിൻസ് ഫ്രണ്ട് ഇൻഡിക്കേറ്റർ കൊണ്ട് ഒടിഞ്ഞു വേണ്ട, അപ്പോൾ അതൊന്ന് മാറ്റണം. ബാക്കിലത്തെ ഇൻഡിക്കേറ്റർ പൊസിഷൻ ചേഞ്ച് ആയിരിക്കുന്നുണ്ട്, അത് റെഡിയാക്കുക. ബൾബ് ചെക്ക് ചെയ്യുക, സെൽഫ് ചെക്ക് ചെയ്യുക, ഹെഡ്ലൈറ്റിന് വെട്ടക്കുറവ്, ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റി ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള വയറിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് കൊണ്ട് ബാറ്ററിയിലേക്ക് ചാർജ് കറക്റ്റായിട്ട് കയറുന്നില്ല. അതാണ് അതിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ് പറഞ്ഞത്. അപ്പോൾ ബാറ്ററി അഴിച്ച് ഞാൻ ചാർജിലേക്ക് ഇട്ടേക്കാണ്. ഇതൊരു സെക്കൻഡ് വേറൊരു ബാറ്ററി പഴയത് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ലൈൻ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ ഫ്യൂസ് ക്യാരിയർ അടക്കം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ ബാറ്ററി ചാർജിലേക്ക് അയക്കണം കേട്ടോ. വയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആണ്. തൽക്കാലം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ ഫ്രണ്ടിൽ തോരണം മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി കമ്പനി ആയിട്ടല്ല, ഹോണ്ടയുടെ ഹീറോൻ്റെ ഒറിജിനൽ പാർട്സ് അല്ല കേട്ടോ. കാരണം ഓൾറെഡി ഈ കളറിൽ നിലവിലിപ്പോൾ അവൈലബിൾ അല്ല, ആ പാർട്സ് ഓർഡർ ചെയ്താൽ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ പുറമേ നിന്ന് വേറൊരു ബ്രാൻഡ്, ലോക്കൽ ബ്രാൻഡാണ് മേടിച്ച് വെച്ചേക്കണേ. കാരണം ബാക്കിയത്തെ എല്ലാം നമുക്ക് അതേപോലെ തന്നെ ഇരിക്കണേ. അപ്പോൾ പാഷൻ പ്രോ മോഡലാണെങ്കിലാണ് വൈറ്റ് ഗ്ലാസ് വരും, അപ്പോൾ പിന്നെ എല്ലാം നമ്മൾ മാറ്റേണ്ടി വരും. തൽക്കാലം അപ്പോൾ അതുകൊണ്ട് ഇത് മാത്രം ഒരെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്യൂസ് ക്യാരിയർ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ട്. ചെയിനൊക്കെ നല്ല ലൂസ് ഉണ്ട്, അപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്തേക്കാം. എഞ്ചിൻ ഓയിൽ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കാം. അത്യാവശ്യം വേണ്ട വർക്കുകൾ നമ്മളെ കൂട്ടത്തിൽ കൂടെ ഒന്ന് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്കുകൾ ഇപ്പോൾ ഞാൻ ജോബ് കാർഡിൽ പറഞ്ഞ രീതിയിലുള്ള വർക്കുകളാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. ഏകദേശം നമുക്കൊരു 5-6 മണിക്ക് ആകുമ്പോഴത്തേക്കാണ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. കംപ്ലീറ്റ് ആവണതിൻ്റെ അനുസരിച്ച് കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.